ആവറേജ്. പണി പാളി വെച്ചാൽ കൊള്ളത്തില്ല. സൂപ്പർ. അടിപൊളി സിനിമ. കുഴപ്പമില്ല. DS ഇറേ എന്ന പടത്തിന്റെ പ്രിവ്യൂ ഷോ കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ബ്രില്യൻ ഡയറക്ടർ, അതായത് ബ്രഹ്മയുഗം പോലുള്ള പടങ്ങളൊക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള രാഹുൽ സദാശിവന്റെ നെക്സ്റ്റ് സിനിമയാണ് ഡേയ്സ് ഓഫ് ഇറയിൽ നമുക്ക് നായകനായിട്ട് എത്തുന്നത് നമുക്കറിയാം പ്രണവ് മോഹൻലാലാണ്. അപ്പോൾ നമുക്ക് പടത്തിന്റെ വിശേഷങ്ങൾ അറിയാം. ആദ്യം നമുക്ക് പടം കണ്ടതിന് ശേഷം തിരികെ എത്തുമ്പോഴത്തേക്കും പടത്തിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. നേരെ പടം കണ്ടിട്ട് തിരികെ എത്താം. ഇങ്ങനൊരു പടം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടില്ല. ഇത്രയും കിടിലം പടമാണ്. പടത്തിന്റെ ബാക്കിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഇവരോട് കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. പേടിച്ചോ? ഇല്ല, അത്രയ്ക്ക് ഹൊററൊന്നും അല്ലായിരുന്നു. അല്ല, കുഴപ്പമില്ല. എന്താടേ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത്? എന്താണ് അഭിപ്രായം എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. എന്തോ ഒരു സംഭവം ആൾക്കാർക്ക് അടിച്ചിട്ടുണ്ട്, പക്ഷെ അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. പടം തീർന്നിട്ടില്ല. ഒരു ശക്കല സമയം കൂടെ ബാക്കിയുണ്ട്. കൊള്ളാം, നല്ല പടമാണ്. എല്ലാം സൂപ്പറാണ്. പ്രണവിന്റെ അഭിനയം കൊള്ളാം. സിനിമാറ്റോഗ്രാഫി കൊള്ളാം. ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കണ്ടിരിക്കാൻ. ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ബോറില്ല. അടിപൊളിയാണ്. സൂപ്പർ. പടം കുഴപ്പമില്ല, കണ്ടിരിക്കാം. സൂപ്പർ. നല്ല ക്ലാസ് ആണ്. ഒരു ഡാർക്ക് ഹൊറർ പടം. നല്ല മേക്കിംഗ് ആണ്. എല്ലാത്തിലും പേടിപ്പിക്കാനുള്ള നല്ല പടമായിരുന്നു. സൗണ്ട് ഡിസൈനിങ് ഒക്കെ അടിപൊളിയായിരുന്നു. എഡിറ്റിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു. നല്ല ആക്ടിങ്ങും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. തോൽപ്പിക്കുമോ? പ്രമേയവും ഇത് വേറെ കാറ്റഗറിയിലുള്ള പടമാണ്. നല്ല അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടാണ് പടം എടുത്തേക്കുന്നത്. നല്ല കിട്ടില്ല മേക്കിംഗ് ആയിരുന്നു പടത്തിൽ. ഓവറോൾ അടിപൊളിയായിരുന്നു. നല്ല പടമായിരുന്നു. സൂപ്പർ പടമായിരുന്നു. അടിപൊളി പടമായിരുന്നു. കുഴപ്പമില്ല. നല്ല ഇതായിരുന്നു. നല്ല കാസ്റ്റിങ്ങും സംഭവങ്ങളും ഉണ്ടായിരുന്നു. കണ്ടിരിക്കാനുള്ള എല്ലാവിധ ഇതുമുണ്ട്. പിന്നെ പ്രണവിന്റെ അഭിനയം ബെറ്റർ ആയിരുന്നു. മറ്റുള്ള ഫിലിമിനേക്കാൾ അടിപൊളിയായിരുന്നു. പടം കുഴപ്പമില്ല, നല്ല പടം. വലിയ ഇതൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹൊററുണ്ട്. പക്ഷെ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനാകുന്നില്ല. കുഴപ്പമില്ല. പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത്? ബെറ്റർ ആയിട്ട് ഡയറക്ഷൻ തന്നെ. എല്ലാവരും അടിപൊളിയായി. എല്ലാ ഡിപ്പാർട്ട്മെന്റും സൂപ്പറാ. ഒന്നും പറയില്ല. ഒന്നുകൂടെ വരണം. പടം നല്ല പടമായിരുന്നു. കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നി. അതിനകത്ത് പ്രണവിന്റെ ഇതും കാര്യങ്ങളൊക്കെ നല്ല ഇതായിരുന്നു. നല്ല പടം നല്ലതായിരുന്നു. താങ്ക് യു. നല്ല അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല പടമായിരുന്നു. അവിടെ ഓനെയൊക്കെ പേടിച്ച് ഊരായിരുന്നു. നല്ല പടം. നല്ല പടം. നല്ല അടിപൊളി പടം. എത്രമാത്രം എന്തൊക്കെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ കുറെ സമയത്ത് കുറെ സ്ഥലങ്ങളിലൊക്കെ പേടിപ്പിക്കും? അതായത് എങ്ങനെയാണ് പേടിപ്പിക്കുന്നതാണോ അതോ? സൗണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. സൗണ്ട് ബീറ്റും കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പടത്തിനകത്ത് ക്രിസ്റ്റോഫ് സീവർ സൗണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്ന്. 2 സിനിമാറ്റോഗ്രാഫി, സൗണ്ട്. ടെക്നിക്കൽ സൈഡിൽ സംഭവം ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയേക്കാൾ ഒരു പടിയും കൂടെ മേളിൽ നിന്നാൽ മാത്രമേ ഉള്ളൂ. അത്രയും കിടില സിനിമയാണ്. പടം കാണാനായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ വെർത്താണ്. എനിക്ക് ആ പടം പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യം ഈ കുഞ്ഞു കുട്ടികളോട് മാത്രമേ ഉള്ളൂ. ചെറിയ കുട്ടികളെ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഒച്ച വെക്കും. അവരെ കൊണ്ട് കാണിക്കുന്നത് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് മതി. ആദ്യം വലിയവർ വന്ന് കണ്ടതിന് ശേഷം മാത്രം കുട്ടികളെ മാത്രം കൊണ്ടുവന്നാൽ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പടം ഗംഭീര സിനിമയാണ്. ഇത്രയും കിടിലൊരു സിനിമ, ഇത്രയും ഭയങ്കര ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്. നമ്മൾ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. പ്രണവ് തകർത്തിട്ടുണ്ട്. പ്രണവിന്റെ ഇത്ര നാളുള്ള അഭിനയത്തിൽ നിന്നും ഒരു ആറ്റിറ്റ്യൂഡിലൂടെ പുള്ളി പിടിച്ചിരിക്കുകയാണ്. കിടിലം പടം. മേക്കിംഗ് രീതിയിലാണെങ്കിലും ടെക്നിക്കൽ രീതിയിലാണെങ്കിലും ആക്ടിംഗ് രീതിയിലാണെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് സിനിമ. പടത്തിന് എന്തായാലും ഇനി അങ്ങോട്ട് മുന്നോട്ട് ഭയങ്കര ഇതായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് വെച്ചാൽ ചങ്ങനാശ്ശേരിയിൽ നമുക്കിവിടെ പ്രിവ്യൂ ഷോ വന്നുള്ളതാണ്. പ്രിവ്യൂ ഷോ ഫസ്റ്റ് ഷോ പ്രിവ്യൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ട് ഇറങ്ങിയുള്ളൂ. കിടിലം പടം, കിടിലം എക്സ്പീരിയൻസ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. സോ എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ആ കമന്റ് ബോക്സ് കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് അതൊരു വലിയ പ്രചോദനമാകും. വീണ്ടും നമുക്ക് മറ്റൊരു പുതിയ പടത്തിന്റെ വിശേഷമായിട്ടെത്താം. അതുവരെയും ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ആർജി ജോബി. ബൈ.